പേര് ദീപ, മാവേലിക്കര നിന്നാണ് വരുന്നത്. 2022 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ അൾത്താരയിൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ഇതെൻ്റെ മകനാണ്. എൻ്റെ മകന് കിട്ടിയ ഒരു മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ മോന് കിട്ടിയ സൗഖ്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 16-ാം തീയതി എൻ്റെ മകൻ എറണാകുളത്ത് ജോലി കഴിഞ്ഞ് രാത്രി തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ അവനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫും ഉണ്ടായിരുന്നു. അവർ പോകുന്ന ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. മകൻ റോഡിലേക്ക് തെറിച്ചു വീണു. അവന് ബോധം നഷ്ടപ്പെട്ടു മാത്രം അല്ല, അവന് ഫിക്സും കൂടി വന്നു, ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, പെട്ടെന്ന് ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ റിനൈ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഞങ്ങളോട് ഇവിടെ വിളിച്ച് അവരെ അറിയിക്കുന്നത്. അപ്പോൾ മോൻ്റെ പപ്പ അങ്ങോട്ട് എറണാകുളത്തേക്ക് തിരിച്ചു. എന്നെ കൂടെ കൂട്ടാൻ പറയുമ്പോൾ എനിക്ക് ടെൻഷൻ കാരണം എന്നെ കൂടെ കൂട്ടിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കാശ് രൂപം എടുത്ത് മാതാവിൻ്റെയും ഈശോൻ്റെയും മുമ്പിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഈ അൾത്താരയിൽ കയറി ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടുന്നും ഡോക്ടർ അവിടെ എത്തുമ്പോഴും ആൾ ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്നു, അവന് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് അവർ ടെസ്റ്റ് എല്ലാം എഴുതി എല്ലാം കഴിഞ്ഞു. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഈശോയെ മരിച്ച് ലാസർ ഉയർപ്പിച്ച തമ്പുരാനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. അവന് ബോധം ഉണർന്ന് അവൻ തന്നെ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കുമായിരുന്നു, അമ്മ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ്. അവിടെ നടന്ന എല്ലാ ടെസ്റ്റിലും എൻ്റെ മോന് ഒരു പ്രശ്നവുമില്ല, ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവ് എൻ്റെ മകനെ രക്ഷിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത കാലം മുതൽ എൻ്റെ 2 മക്കളുടെ കഴുത്തിലും മാതാവിൻ്റെ കാശ് രൂപം ഇടിക്കുമായിരുന്നു. ആ മാതാവിൻ്റെയും ഈശോൻ്റെയും സംരക്ഷണം എൻ്റെ മക്കളിലുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. അങ്ങനെ എൻ്റെ മകനെ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് എൻ്റെ മകന് രക്ഷ നൽകി, മാതാവിനെ രക്ഷപ്പെടുത്തി എനിക്ക് തിരിച്ചു തന്നു. ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായിട്ട് 10-35 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പം ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഭവനത്തിൻ്റെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറത്തുള്ളൊരു നല്ല സ്ഥലവും ഭവനവും മാതാവ് തന്നു. അത് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. മാതാവേ 2024 സെപ്റ്റംബർ 8 തന്നെ ഞങ്ങളെ പുതിയ ഭവനത്തിൽ കയറി താമസിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി ഞങ്ങൾ വീടിൻ്റെ പാലുകാച്ചിലായിരുന്നു. നല്ലൊരു ഭവനം തന്നെ ഈശോ മാതാവും തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ രോഗസൗഖ്യമാണ്. ഞാനത് കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് തൈറോയിഡിൻ്റെയും കൂടി പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 8 വർഷമായിട്ട് തൈറോയിഡാണ്. അപ്പോൾ ആദ്യം കണ്ണൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഹൈ റിസ്ക്കാണ്, അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് റിജക്റ്റ് ചെയ്തു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ മാറ്റി. അങ്ങനെ ഞാൻ അമ്മേനെ മാവേലിക്കര ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. അത് ഞാൻ കഴിഞ്ഞ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ക്യാൻസറിൻ്റെ ഒരു ഇതുണ്ട് എന്നൊക്കെ നേരത്തെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് സഞ്ജീവനി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഹൈ റിസ്ക്കാണ്, ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. ഡോക്ടറോട് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോ ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആൾ സുഖമായിരിക്കും, നമുക്കൊരു പ്രശ്നവും ഇല്ല. വലിയൊരു രോഗസൗഖ്യം തന്നെ അമ്മക്ക് നൽകി.
അതിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ അവിടെ അമ്മമാരുണ്ട്, മാവേലിക്കരയിലെ അമ്മമാരുടെ അടുത്ത് പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ, അവർക്ക് ഭക്ഷണത്തിൻ്റെ സാധനങ്ങളും അതുപോലെ അവർക്ക് ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഞാൻ നൽകും, അവരുടെ അടുത്തിരിക്കും. പിന്നെ പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് സ്റ്റാൻഡിൽ എല്ലായിടത്തും പത്രം മേടിച്ചു കൊടുക്കും. അതിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ, എന്നോട് ആര് വന്ന് ചോദിച്ചാൽ എന്നോട് കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഇത്രയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. സങ്കീർത്തനം 23 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. അപകടത്തിൽ നിന്നുള്ള സംരക്ഷണവുമായിട്ട് തൻ്റെ മകനെയും കൊണ്ടുവന്ന് ദീപ പ്രതീഷ് ഇവിടെ തൻ്റെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. തൻ്റെ മക്കളെ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ആ അമ്മ എങ്ങനെയാണ് ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണത്തിന് ഫലമേൽപ്പിച്ചത്. മകൻ്റെ ദേഹത്ത് ഉടമ്പടി വെഞ്ചരിച്ച കാശ്രൂപം അത് ഉണ്ടായിരുന്നു. അതുപോലെ ഈ മകൻ്റെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പെട്ടെന്ന് തന്നെ ഫിറ്റ്സ്, ഇൻ്റർവെല്ലായിട്ട് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ വൊമിറ്റിങ്ങുമുണ്ട്. അപ്പോൾ ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള ഇൻറ്റേർണൽ ബ്ലീഡിങ് തന്നെയാണ് എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞ് MRI സ്കാനൊക്കെ ചെയ്യുമ്പോൾ ആ മകന് യാതൊരു രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും ഇല്ല. അത് ഈ അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ തൻ്റെ മകന് സംരക്ഷണം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ കുടുംബത്തെ ഒന്നാകെ ചുറ്റിപ്പിടിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. വീണ്ടും തങ്ങൾക്ക് വർഷങ്ങളായിട്ട് തങ്ങൾക്കൊരു ഭവനമില്ല. ആ ഭവനമൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്? അത് നാം ആരാണ് ഈ ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുവാൻ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ നമുക്ക് ദൈവത്തോട് ഒരു മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം തോന്നുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ അതിനൊരു സാക്ഷ്യമായി മാറണം. താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. അപ്പോഴിങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ, അതുപോലെ ഈശോയെ ലോകത്തിന് കൊടുക്കുവാനായിട്ട് ഇന്ന് ഉടമ്പടിയെടുത്ത മക്കളൊക്കെ ഓടി നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങളും, അതായത് ദൈവത്തിന് നമ്മൾ കൊടുത്ത വാക്ക് അത് പൂർത്തിയാക്കുവാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഉടമ്പടിയെടുത്ത ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന ആ ഓരോ എഫേർട്ടിനും ദൈവത്തിൻ്റെ, അതായത് ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് ഓരോന്നിലും ദൈവാശ്രയ ബോധത്തോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുവാനും ആ ഡേറ്റിൽ തന്നെ അല്ലെങ്കിൽ അതിന് ഉള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് പറയുകയാണ്. നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അമ്മ. അതായത് ഒരു ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് വന്ന് പറയുമ്പോൾ ഈശോയോട് പറയുന്ന വ്യക്തികൾ ഈശോയോട് പറയുന്നുണ്ട്, അങ്ങ് ഇത് ചെയ്യുവാൻ ഇവൻ അർഹനാണ്, ഇവൻ നമുക്ക് വേണ്ടി ഒരു സിനഗോഗൊക്കെ പണിയിച്ച് തന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ ഈശോയുടെ അടുത്ത് നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് ഒരാളുള്ളതാണ്, സ്വർഗീയ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അമ്മ ഇങ്ങനെ നമ്മെക്കുറിച്ചും പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മകള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ധ്യാനത്തിലുടനീളം അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രഭാഷണത്തിലൊക്കെ പറയുക, നാം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നാം ഇവിടെ വരുമ്പോൾ തന്നെ കർത്താവിനറിയാം. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. ആ ഡേറ്റ് പ്രകാരമൊക്കെ ഈ മകൾക്ക് തൻ്റെ ഭവനം ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല ഒരു ഭവനമായിട്ട്
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കൃപയാൽ തനിക്ക് ലഭിക്കുന്നു തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഭൗതികമായ ഓരോ അനുഗ്രഹങ്ങളും അത് നമ്മെ പിന്നീട് എങ്ങനെയാണ് കുറേ കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലാകേണ്ടത്, മറ്റുള്ളവർക്ക് കർത്താവിനെ കൊടുക്കുന്ന വ്യക്തികളായിട്ട് നാം മാറേണ്ടത്, അതാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്കുള്ളത് മാത്രമല്ല, അതിലൂടെ നാം ദൈവത്തെ പ്രഘോഷിക്കണം, കർത്താവിൻ്റെ പ്രഘോഷകരാകണം. കരങ്ങളടിച്ച് ഈ ഭവനത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.